അങ്ങനെ 30 കൊല്ലമായി ഭക്ഷണ വിഭവങ്ങളുടെ ഇടയിൽ പെട്ടും അതിൻ്റെ കൂടെ പണിയെടുത്തും അതിനെപ്പറ്റി വായിച്ചും അറിഞ്ഞും അനുഭവിച്ചും ഒക്കെ ഒരുപാട് കഥകൾ കയ്യിലുള്ള ഒരാളാണ് എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തായ അരുൺ. നമുക്ക് ആ കഥകൾ, ആ ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഓരോ ചരിത്രവും അത് വന്ന വഴികളെയും കുറിച്ച് അരുണിനോട് സംസാരിക്കാം. സോ ഹായ് അരുൺ. Hi Gino. So let's start our show, Food Myths Chronicles of Food. Over to you. Wonderful. ഭക്ഷണത്തിനെ പറ്റി നമുക്ക് പറയാൻ എപ്പോഴും സന്തോഷമുള്ള കാര്യമല്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെയാണല്ലോ പലരും ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. എല്ലാവർക്കും ഭക്ഷണത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമ്മൾ ദിവസവും കഴിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ചില കാണാപ്പുറങ്ങൾ, ചില ചരിത്രങ്ങൾ, ചില രസകരമായ കാര്യങ്ങൾ, ഇതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. That sounds very exciting for me. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ, അതായത് നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ ഉണ്ടായതാണോ, അല്ലെ ഇതിന്റെ ഒറിജിൻ എന്താണ്, ഇതെങ്ങനെ വന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് പഠിക്കാനോ അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. സോ ഐ തിങ്ക് യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ടു ടേക്ക് us through that journey. ഭക്ഷണം എപ്പോഴും നമുക്ക് കാലാവസ്ഥാപരമായിട്ട്, കച്ചവടപരമായിട്ട്, ഇക്കണോമിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, ക്ലൈമാറ്റിക്, ജിയോഗ്രഫിക്, ഇതുപോലത്തെ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. പല കാരണങ്ങളും കൊണ്ടായിരിക്കാം പല സ്ഥലങ്ങളിലും നമ്മൾ ഭക്ഷണങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായ, നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട, എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന സുലൈമാനി. ഇതിന്റെ പിന്നിൽ തന്നെ വലിയൊരു ചരിത്രം. സുലൈമാനി വളരെ രസകരമായ ഒരു സാധനം തന്നെ താങ്കൾക്ക്. കാരണം എല്ലാത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് സുലൈമാനി. ഇപ്പോൾ ഒരു ബിരിയാണി കഴിച്ചാൽ അതിന് ശേഷം വല്ല വെറുതെ ഇരിക്കുകയാണോ വൈകുന്നേരം ഒരു, അപ്പോൾ ഇത് ഈ ലെമൺ ടീ തന്നെയല്ലേ സുലൈമാനി? അതെ, ലെമൺ ടീ തന്നെയാണ്. ലെമൺ ആണ് അതിൽ പോകുന്നത്. ലെമൺ, ജിഞ്ചർ, സിനമൺ, ഇത്രയും കാര്യങ്ങൾ ഒറിജിനൽ ലൈം ടീയിൽ ഉണ്ടായിരുന്നു. ഒറിജിനൽ ലൈം ടീയിൽ, അതായത് സുലൈമാനിയിൽ ഉണ്ടായിരുന്നു. സുലൈമാനിയിൽ ഇത് വല്ലതും ഉണ്ടായിരുന്നു. സുലൈമാൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ദ മാൻ ഓഫ് ഗുഡ് ഡീഡ്സ് എന്നാണ് അറബിക്കിന്റെ ഒരു അർത്ഥം. അറബിക് പദമാണ്, ഒരു അറബിക് പേരാണ് സുലൈമാൻ എന്ന് പറയുന്നത്. പണ്ടത്തെ കച്ചവടക്കാർ നമ്മുടെ നാട്ടിൽ പല വ്യഞ്ജനങ്ങൾക്ക് വേണ്ടി വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അറേബ്യൻ കച്ചവടക്കാർ BC 3-ാം നൂറ്റാണ്ട് മുതൽക്ക് നമ്മുടെ നാടുകളിൽ കച്ചവടത്തിനായി വരുന്നത്. BC അവരാണോ നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും ആദ്യം കച്ചവടത്തിന് വന്ന ആൾക്കാർ? ആദ്യം കച്ചവടത്തിന് വന്നവരിൽ അവരാണ് മുൻപന്തിയിൽ. അറേബ്യ, ബാബിലോൺ എന്നീ ഏരിയകളിൽ നിന്ന് വരുന്ന കച്ചവടക്കാരാണ് നമ്മുടെ എന്നാണ് പറയപ്പെടുന്നത്. ഇത് ചരിത്രമാണ്. ഇതിന് ഭക്ഷണമായിട്ട് ഇപ്പൊ ഞാനൊരു ചരിത്രകാരനല്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ ആധികാരികതയിൽ അതെ. അപ്പൊ അവര് വന്ന സമയത്ത് പണ്ട് അറേബ്യയിൽ വളരെ പോപ്പുലർ ആയിരുന്ന ഒരു തരം ഭക്ഷണം ആണ് ഗാവ എന്ന് പറയുന്നത്. ഗാവയുടെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത് പെപ്പർ, ബ്ലാക്ക് പെപ്പറും ഡേറ്റ്സും എന്ന് വെച്ചാൽ കാരക്കയും കുരുമുളക് ഇട്ട ഒരു കാപ്പിയായിരുന്നു. അത് പ്രവാചകന്റെ സമയത്ത് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വെപ്പ്. അതിനു മുമ്പേ ഗാവ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ GHAWA നമ്മൾ എഴുതും. അതിന്റെ ഒരു വകഭേദമാണ്. അവര് അറബി നാട്ടിലുള്ള ആളുകൾ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇവിടെ ഡേറ്റ്സും അത്ര സുലഭമല്ലാത്തതിന്റെ പേരിൽ അവര് പഞ്ചസാരയിട്ട് ഗാവ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ചായ പോപ്പുലർ ആയ സമയത്ത്, ചൈനീസ് യാത്രികർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ചായ പോപ്പുലർ ആയ സമയത്ത് ചായയും കൂടി അതിന് ചേർത്ത് അതിൽ ലെമണും കൂടെ, സിട്രസ് ഫ്രൂട്ട് നമ്മുടെ സ്ഥലത്താണല്ലോ കൂടുതൽ. ഓക്കെ, ചെറുതായിട്ടൊന്ന് ഒരു സൈഡിലേക്ക് ചോദ്യം ചോദിക്കുന്നത്, അതായത് ഈ ചൈനീസ് ട്രാവലേഴ്സ് വന്നപ്പോഴാണ് ചായ വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചായ നമുക്ക് ഉണ്ടായിട്ടില്ലേ? ഈ ചായയുടെയും കാപ്പിയുടെയും ഒക്കെ കഥ വേറെ തന്നെ ഒരു സംഗതിയാണ്. അതിന് വേറെ തന്നെ ഒരു ചരിത്രമുണ്ട്. ചായ വന്നതിന് ശേഷമാണ് കാപ്പി ഇന്ത്യയിലേക്ക് വരുന്നത്. കാപ്പി മച്ച് ലേറ്റർ. പക്ഷെ അതിലേക്ക് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കിടക്കാം. അതിന് വേറെ തന്നെ ഒരു കഥ ഉള്ളതിന്റെ പേരിൽ നമ്മൾ കൂടുതൽ ഇപ്പൊ അതിലേക്ക് കിടക്കണ്ട. ഇപ്പൊ സുലൈമാനിയിൽ പിടിക്കാം. തീർച്ചയായും. ഇത് നമ്മുടെ സുലൈമാനി ബോറ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ നാട്ടിൽ ഇത് പോപ്പുലർ ആക്കുന്നത്. ഒരു സുലൈമാനി ബോറ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉണ്ട്. അവര് സൗദിയിലും യമനിലും പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ആയിരുന്നിരിക്കാം ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇതിന് സുലൈമാനി എന്നുള്ളൊരു പേര് വരുന്നത്. ഇവരൊരു നോമാഡിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിരുന്നു, അങ്ങനത്തെ ഒരു ട്രൈബ് ആയിരുന്നു? അല്ല. പണ്ട് സൗദി അറേബ്യയിലും നൊമാഡ്സ് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും, നമ്മൾ ഈ ബെദുവീൻ എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും, അല്ലാതെ തന്നെ കൾച്ചറലി വളരെ ഇൻടാക്ട് ആയിട്ടുള്ള ഒരുപാട് ട്രൈബ്സും സീഫെയറേഴ്സും മെർച്ചൻസും ഉണ്ടായിരുന്നു.
പ്രത്യേകിച്ച് യമൻ ഒമാൻ ഭാഗങ്ങളിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടൊരു കൾച്ചറൽ സെറ്റപ്പുള്ള നൊമാഡ്സ് അല്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളക്കരയുമായി, പ്രത്യേകിച്ച് കോഴിക്കോടും പണ്ടത്തെ കൊല്ലവും ആയിട്ട് രണ്ടും പോർട്ട് സിറ്റികളായിരുന്നു. രണ്ടും പോർട്ട് സിറ്റികളായിരുന്നു. അന്ന് കോഴിക്കോടും കൊല്ലവും ആയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ അവർ കച്ചവടം ചെയ്തിരുന്നത്. അപ്പൊ അന്ന് വരുന്ന ആളുകൾ ആണ് നമുക്ക് ഈ തരം ഭക്ഷണങ്ങൾ, ഈ ഭക്ഷണത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ പണ്ട് അറബികൾ നമ്മുടെ നാട്ടിൽ കച്ചവടത്തിന് വരുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ മഴക്കാലം, മോൺസൂൺ സീസൺ, മോൺസൂൺ വിൻഡ്സ് എപ്പോഴും അറബിക്കടൽ ക്രോസ് ചെയ്യാൻ വലിയൊരു പ്രശ്നമായിരുന്നു ഇവർക്കൊക്കെ. അറബിക്കടൽ ക്രോസ് ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഇവർ വന്ന് ഇവിടെ കച്ചവടമൊക്കെ ചെയ്ത സമയത്തായിരിക്കും ചിലപ്പോൾ മഴക്കാലം, നമ്മൾ ഈ ഇടവപ്പാതി എന്ന് പറയുന്ന സംഗതി, കാലവർഷം സ്ഥിരപ്പെടുന്നത്. ആ സമയത്ത് അവർക്ക് തിരിച്ച് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കടൽ മാർഗം. അതെ. അപ്പോൾ തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അവർ താമസിച്ചിരുന്നത്, അന്ന് ഹോട്ടലുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്തില്ലാത്തതിന്റെ പേരിൽ കോഴിക്കോട് അങ്ങാടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം പാണ്ടികശാലകൾ, വലിയ പാണ്ടികശാലകളാണ്. അതിനകത്ത് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. പാണ്ടികശാല ഹോട്ടലുകൾ വന്ന ഒരു ചരിത്രം ഉണ്ടെന്ന് അത് വേറെ, അതിനു മുമ്പേ അതിന് വേറൊരു ചരിത്രം വേറെയുണ്ട്. അതിന് വഴിയമ്പലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി, അതിലേക്ക് അത് വേറെ തന്നെ ഒരു കഥയാണ്. അത് നമുക്ക് അതിലേക്ക് പിന്നെ പോവാം. ഇപ്പൊ അവർ താമസിച്ചിരുന്നത് കൂടുതലും ഈ പാണ്ടികശാലകളിലാണ് അവർ താമസിച്ചിരുന്നത്. അവിടെ സ്ഥിരമായിട്ട് താമസിച്ച 2-3 മാസങ്ങൾ അവർക്ക് ഒരു പണിയില്ലാതെയൊക്കെ ചില സമയങ്ങൾ അവരുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അവരിവിടെ താമസിക്കുന്നു. അപ്പോൾ അവരുടെ ഒഴിവ് സമയങ്ങളിൽ അവര് പാചകം ചെയ്യുന്നു, അവരിവിടുന്ന് വിവാഹം കഴിക്കുന്നു, നമ്മുടെ തദ്ദേശീയരായ ആളുകളെ വിവാഹം കഴിക്കുന്നു. പാണ്ടികശാലകൾ അവരുടെ പിന്നെ താരതമ്യേന നല്ലൊരു വീട് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് രൂപാന്തരപ്പെടുന്നു. അന്ന് അവർ കല്യാണം കഴിച്ച തദ്ദേശീയരായ ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ നാടിന്റെ ചില വിഭവങ്ങൾ മാറ്റി മറിച്ചൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വിഭവമാണ് പത്തിരി. അരിപ്പത്തിരി വളരെ സിമ്പിളാണ്. പത്തിരി വളരെ പാവപ്പെട്ടൊരു ബ്രെഡാണ്. ഇപ്പൊ ബ്രെഡ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ബ്രെഡ്സ് വീറ്റ് എന്നാണ് വരുന്നത് അല്ലെ. പക്ഷെ നമ്മുടെ അറേബ്യൻ, അന്നത്തെ ബാബിലോണിയൻ ആ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൂടുതലും ബ്രെഡിനോടായിരുന്നു. അവർക്ക് റൈസ് കൾട്ടിവേഷൻ, പാഡി കൾട്ടിവേഷൻ അധികം ഉണ്ടായിരുന്നില്ലല്ലോ. അരി ഉൽപ്പാദിപ്പിക്കാത്ത സ്ഥലമായതുകൊണ്ട് അവിടെ കൂടുതലും മെയ്സോ വീറ്റൊക്കെ കൊണ്ടിട്ടുള്ള ബ്രെഡുകളായിരുന്നു കൂടുതൽ. അപ്പോൾ അതേ കൾച്ചർ അവർ നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന ധാന്യം കൂടുതലായി കിട്ടുന്നത് അരിയാണ്. അരി പൊടിച്ചിട്ട് അവരുടെ ബ്രെഡ് പോലെ ഉണ്ടാക്കാൻ തുടങ്ങിയ ഒരു സംഗതിയാണ്. അങ്ങനെയാണ് അരിപ്പത്തിരി വരുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അപ്പൊ ഈ കൊല്ലവും കോഴിക്കോട് ഭാഗത്താണോ ഇത് കൂടുതലായിട്ട് ഉണ്ടായത്? ഇങ്ങനത്തെ താങ്കൾ പറഞ്ഞ പോലെ അവരോട് വിവാഹം കഴിക്കുകയും പിന്നെ ഭക്ഷണ കാര്യങ്ങൾ ഇങ്ങോട്ട് വരിക, അങ്ങനെയാണോ? ഈ പത്തിരി സാധനമൊക്കെ നമുക്കാണോ, അതല്ല കോഴിക്കോടുകാർക്കാണോ ആദ്യം കിട്ടിയത്? മലബാറില് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങൾ, അവിടെയാണ് ഏറ്റവും കൂടുതൽ കച്ചവടത്തിനായി വന്നത്. പൊന്നാനിയുടെ പ്രദേശങ്ങളും ഇത്രയും ഭാഗങ്ങളാണ്. പൊന്നാനിയിലെ മലപ്പുറം പൊന്നാനി ബേസ് ചെയ്തിട്ടുള്ള ഇപ്പത്തെ പൊന്നാനി, ചമ്രവട്ടം, നമ്മുടെ കുറ്റിപ്പുറം ആ ഭാഗങ്ങളിലൊക്കെ, പിന്നെ നമ്മുടെ പഴയ മാമാങ്കം നടന്ന ഏരിയകൾ, തിരുനാവായ ആ ഏരിയകൾ മുതൽക്ക് അങ്ങനെ ആ കോസ്റ്റൽ ഏരിയ, ഈ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളാണ് ഈ കൂടുതൽ ഇൻഫ്ലുവൻസ് നമുക്ക് കൂടുതലുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു സംഗതിയാണ്, നമ്മൾ ഒരുപാട് വിഭവങ്ങളുണ്ട് ഇതില്. ബിരിയാണിയെ പറ്റി നമ്മൾ പറയാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇന്ത്യയിൽ എനിക്കും പറയാൻ കുറെ കാര്യങ്ങളുണ്ട് ബിരിയാണിയെ പറ്റി. കാരണം ഈ ബിരിയാണിയെ പറ്റി ഒരു തർക്കം നിലനിൽക്കുന്നതാണല്ലോ. അതെ, ചിലർ പറയും ഹൈദരാബാദിയാണ്, ചിലർ പറയും മറ്റേ ലക്നൌവിയാണ്, അല്ലെങ്കിൽ മലബാറിയാണ്. കൂടെ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളപ്പോ നിന്നോട് ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ. അതുവരെ നമുക്കിങ്ങനെ ബിരിയാണിയെ കുറിച്ച് എന്താ പറയാ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ബിരിയാണിയെ പറ്റി വളരെ ശരിയാണ്, ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ബിരിയാണി ഓരോരുത്തർക്കും ഓരോ രുചി അനുഭവങ്ങളാണ് അത് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാ. ബിരിയാണി എനിക്കിഷ്ടാവുന്ന ബിരിയാണി ആയിരിക്കില്ല ചിലപ്പോൾ ജിനുവിനും ഇഷ്ടാവുന്നത്. അപ്പോൾ പലർക്കും പല ടേസ്റ്റ്. അത് ഇന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ നമുക്ക് പല ഹോട്ടലിലും നമ്മളെ വികാരം തന്നെ വ്രണപ്പെട്ടിട്ടുണ്ട്. അതെ, ഈ പൊരിച്ച കോഴിന്റെ ഒരു പീസ് ഇതിന്റെ അകത്ത് വെച്ചിട്ട് കൊണ്ടുതരും, ഇതാണ് ബിരിയാണി എന്ന് പറയുന്നത്. അതായിരിക്കാം ബിരിയാണി, പക്ഷെ എനിക്കതല്ല ബിരിയാണി, നമ്മൾ കഴിച്ചു വളർന്ന് അതല്ല. അപ്പൊ അതുകൊണ്ട് നീ പറഞ്ഞത് തൽക്കാലം ആരും വികാരം ഏർപ്പെടുത്താതെ. ഒരു കാലത്ത് ബിരിയാണി ചിക്കൻ അല്ലായിരുന്നു. ബിരിയാണി എന്ന് പറഞ്ഞാൽ റെഫറൻസ് ടു മട്ടൺ ആയിരുന്നു. ഒരു കാലത്ത് മട്ടനാണ് ഒറിജിനലി ബിരിയാണി ഉണ്ടായിരുന്നെന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്.
ഈ ഫുഡി ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ബിരിയാണിയിലേക്ക് നമ്മളിപ്പോൾ കിടക്കേണ്ട, കാരണം അതും ഒരുപാട് കഥകൾ അതിൻ്റെ പുറകിലുള്ളതുകൊണ്ട് പലതരത്തിലുള്ള ബിരിയാണി അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ പറ്റി വരെ നമുക്ക് ഒരുപാട് എന്താ പറയുക വാഗ്വാദങ്ങളും ചരിത്ര അന്വേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ തർക്കം, വലുതല്ലെങ്കിലും ഒരു തർക്ക വിഷയമാണ്. ഇപ്പോൾ പുലാവുമായിട്ടുള്ള ബിരിയാണികളുടെ ബന്ധം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വേറൊരു തർക്കത്തിന്റെ ഒരു വലിയൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലബാറുകാർക്ക് മാത്രം വളരെ പ്രിയപ്പെട്ടതും വളരെ പരിചിതമായിട്ടുള്ള ഈ മുട്ടമാല എന്ന് പറയുന്ന വിഭവം. തലശ്ശേരിയാണോ മുട്ടമാലന്റെ ഒരു കൂടുതലും? തലശ്ശേരിയാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. എല്ലാവരും മുട്ടമാല ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തലശ്ശേരിയാണ് കൂടുതൽ. അത് കുറച്ചും കൂടി പെർഫെക്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ആളുകൾ തലശ്ശേരിക്കാരൻ ആണെന്നാണ് വെപ്പ്. പക്ഷെ ഈ മുട്ടമാല വന്നത് എല്ലാവരും ധരിച്ചിരിക്കുന്നത് അത് അറേബ്യൻ നാടുകളിൽ നിന്ന് വന്നൊരു വിഭവം എന്നുള്ള രീതിയിലാണ്. അതെ, അറേബ്യയിൽ നിന്ന് വന്നതായിരിക്കാം, അറേബ്യൻസ് ത്രൂ വന്നതായിരിക്കാം. പക്ഷെ ഇതിന്റെ ഒറിജിൻസ് കണ്ടിരിക്കുന്നത് പോർച്ചുഗലിലാണ്. അതെ, പോർച്ചുഗലിലാണ് ഇതിന്റെ മുട്ടമാല, പോർച്ചുഗലിലാണ്. അത് മാത്രമല്ല, അത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്നാണ് അത് ഉത്ഭവിച്ചതെന്നുള്ളതാണ്. ഈ കന്യാസ്ത്രീകളുടെ മഠങ്ങളിൽ നിന്നാണ് അത് ഉത്ഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കന്യാസ്ത്രീകളുടെ ഉടുപ്പിന് ആകെ മൊത്തത്തിന് അതിന് അവർ പറയുന്നൊരു വേർഡ് ഹാബിറ്റ് എന്നാണ് പറയുന്നത്. ഈ ഹാബിറ്റ് വളരെ സ്ട്രെച്ച് ചെയ്ത് നല്ല വടിവോടെ നിൽക്കാൻ വേണ്ടി അവര് അത് അലക്കുന്ന സമയത്ത് മുട്ടയുടെ വെള്ള ചേർക്കും. ഡിറ്റർജന്റിന്റെ കൂടെ അല്ല, സ്റ്റാർച്ചിന് പകരമായിട്ട് അവരത് വടിവോടെ നിൽക്കാൻ വേണ്ടി അവര് മുട്ടയുടെ വെള്ള. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞ അവർക്ക് ഒരുപാട് ബാലൻസ് വരാൻ തുടങ്ങി. അത് വെറുതെ കളയുന്നതിലുള്ള ഒരു മടി കാരണമായിരിക്കാം അവർ അതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കി. നൂല് പോലത്തെ ഒരു ഐറ്റം അവരുണ്ടാക്കി. അത് മധുരം ചേർത്ത് ഇന്നത്തെ നമ്മൾ കാണുന്ന മുട്ടമാലയുടെ ഒരു ഒറിജിൻ അങ്ങനെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഈ അറബ്സ് ഒരുപാട് യൂറോപ്യൻസ് ആയിട്ട് ട്രേഡ് അന്ന് ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പല വ്യഞ്ജനങ്ങളും സുഗന്ധദ്രവ്യങ്ങളൊക്കെ അവർ കച്ചവടം ചെയ്തിരുന്നത് അറബ്സ് ആയിരുന്നു കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് യൂറോപ്യൻസിനെ കച്ചവടം ചെയ്തിരുന്നത്. അപ്പൊ അന്ന് അവര് അത് സ്വായത്തമാക്കി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചതായിരിക്കാം. അങ്ങനെ ഒരു രസകരമായ ഒരു സ്റ്റോറിയും. ചുരുക്കം പറഞ്ഞാൽ നമ്മളാണ് വിചാരിക്കുന്ന ഒരുവിധം ഒന്നും നമ്മളുടേതല്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു പരമമായ സത്യം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തനതായ വിഭവങ്ങളാണ്, കേരളത്തിന്റെ ആണെന്നുള്ളത് നമ്മൾ പറയുമെങ്കിലും അതല്ല എന്നുള്ളതാണ്. ഇപ്പൊ പുട്ട് കേരളത്തിന്റെ തനതായ വിഭവം എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. പുട്ടും നമ്മുടേതല്ലേ? പുട്ടും നമ്മുടെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷെ ഒരു കാലത്ത് പുട്ടിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് അരിപ്പൊടിയും അതൊക്കെ ചേർത്ത് നമ്മൾ പുട്ടുണ്ടാക്കാനൊക്കെ തുടങ്ങാനുള്ള ഒരു സാഹചര്യം തന്നത് ഈ യൂറോപ്യൻ സഞ്ചാരികളാണ്. ഗ്രീസിൽ നിന്നും അതുപോലെ തന്നെ റോമിൽ നിന്നും ഒക്കെ സഞ്ചരിച്ചിരുന്ന പഴയ സഞ്ചാരികൾ, പിന്നെ വന്ന പോർച്ചുഗീസ്, ഫ്രഞ്ച് ആളുകളുടെയൊക്കെ ഒരു സംഭാവനയുടെ ഒരു ഭാഗമാണ് ഈ പുട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റീംഡ്. ഇപ്പൊ പോർച്ചുഗീസ് എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഏറ്റവും കൂടുതൽ വിദേശികൾ അല്ലെങ്കിൽ യൂറോപ്പ് ആ ഭാഗത്തുള്ള ആൾക്കാർ ഈ ഇന്ത്യ രാജ്യത്തിൽ വന്നത് ഈ കേരള ഭാഗത്താണോ? അതെ, ഇതിന് തീർച്ചയായിട്ടും നേരിട്ട് തന്നെ ഭക്ഷണവുമായിട്ടൊരു ഡയറക്റ്റ് കണക്ഷനാണുള്ളത്. ഇന്ത്യയുടെ ചരിത്രവും അതിൻ്റെ ഈ വൈദേശിക അധിനിവേശവും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിനാണ് സ്ഥാനം. എന്ന് വെച്ചാൽ ആദ്യം ഇവരെല്ലാവരും ഇന്ത്യയെ തേടി വന്നത്, അല്ലെങ്കിൽ കേരളത്തിനെ തേടി വന്നത്, നമ്മുടെ കറുത്ത സ്വർണം എന്ന് പറയപ്പെടുന്ന പേപ്പർ, ബ്ലാക്ക് പേപ്പർ, കുരുമുളകിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഭക്ഷണം ഈ യൂറോപ്യൻസ് നമ്മുടെ നാടുകൾ തപ്പി. അന്ന് ഏറ്റവും സമൃദ്ധമായിട്ട് കുരുമുളക് ഉണ്ടായിരുന്നത് കേരളത്തിലാണ്, കേരളക്കരയിൽ മാത്രമാണെന്ന് പറയപ്പെടുന്നു ചില ആളുകളിൽ നിന്ന്. ഒരു ചെറിയ സംശയം, ആ കാലത്ത് നമ്മുടെ അടുത്ത് കുരുമുളകുള്ള കഥ ഇവരെങ്ങനെ അറിഞ്ഞു? അത് പല രാജ്യക്കാരും അന്ന് ഈ സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന സിൽക്ക് റൂട്ടിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് സഞ്ചരിച്ച ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുരുമുളക് കണ്ടിരിക്കാം. അത് ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് അവർ കണ്ടുപിടിച്ചിരിക്കാം. പിന്നെ അവിടേക്ക് നേരിട്ട് പോകാനുള്ള മാർഗം, കരമാർഗം വരുന്നതിനേക്കാളും കൂടുതൽ കടൽ മാർഗം വരാൻ കുറച്ചും കൂടി എളുപ്പമെന്നുള്ളത് കണ്ടിരുന്നിരിക്കാം. അതിനു മുമ്പേ നമ്മുടെ നാളികേരം, പലവ്യഞ്ജനവും ഒക്കെ വാങ്ങാൻ വേണ്ടി അറബികൾ, ഞാൻ പറഞ്ഞ പോലെ 3ാം സെഞ്ചുറി, 3rd century BC, ക്രിസ്തുവിന് മുമ്പുള്ള സമയം മുതൽ അവർ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം എല്ലാവരും നമ്മുടെ കുരുമുളക് തേടി വന്നത്.
ഇത് പെട്ടെന്നൊരു കാര്യം ഈ പണ്ട് എന്നോട് പറഞ്ഞതാണ്, അതായത് കേരളവും മെഡഗാസ്കറും തമ്മിലുള്ള ഒരു ബന്ധം. അതെ അതെ അതെ, തേങ്ങ വന്ന വഴി. അതെ അതെ അല്ലേ? അത് പക്ഷെ നമ്മുടെ പാൻജിയ, നമ്മുടെ ഭൂഖണ്ഡം വലുതായിരുന്ന സമയത്ത് ആ ഒരു പാൻജിയ ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മുടെ ഈ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എങ്ങനെ ഏഷ്യൻ കോണ്ടിനെന്റുമായിട്ട് ചേർന്നു ഹിമാലയം ഫോം ചെയ്തു എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഈ കുരുമുളകിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയത്ത് പറയപ്പെടുന്നത് ഇംഗ്ലണ്ടിൽ 1 കിലോ കുരുമുളക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബംഗ്ലാവ് വരെ വാങ്ങാൻ പറ്റുമായിരുന്നു എന്നാണ്. അതിന് ഇത്രയും വില വരാൻ കാരണം ഭക്ഷണം തന്നെയാണ്. കാരണം അവർക്ക് ശീത സമയങ്ങളിൽ, വിന്ററിൽ ആളുകൾക്ക് ഭക്ഷണം സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തു പോയിട്ട് നായാടി ഭക്ഷണം ശേഖരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ഭക്ഷണം ഉണക്കി ഈ വിന്റർ സമയത്ത് സൂക്ഷിക്കുമായിരുന്നു. ഇത് ഉണക്കി സൂക്ഷിക്കാൻ വേണ്ട 2 പ്രധാന ചേരുവകളാണ്. ഒന്ന് ഉപ്പ്, രണ്ടാമത്തേതാണ് പെപ്പർ. പെപ്പറാണ് അവരുടെ ഈ ഭക്ഷണം അവർ സൂക്ഷിച്ചു വെക്കുക. ഈ ഉണക്കി സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഈ ഇടിയിറച്ചി എന്ന് പറയുന്ന ഇതില്ലേ, നമ്മളെ കോട്ടയം ഭാഗത്താണോ? അതെ, നമ്മുടെ മധ്യ കേരളത്ത് പൊതുവെ നമ്മൾ കാണുന്ന മധ്യ തിരുവ. അപ്പം ഈ ഇടിയിറച്ചിയും ഈ സാധനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇടിയിറച്ചി ഇതിന്റെ ഒരു വേറെ ഫോമാണ്. നമ്മൾ ഈ ഉണക്കി സൂക്ഷിക്കുന്ന ഇറച്ചിയാണ് സ്വതവേ ഇടിയിറച്ചി. നമ്മളിവിടെ വെയിലത്തിട്ട് ഉണക്കാണ് ചെയ്യുക. അവർക്ക് അവിടെ ഈ ഈ വിന്ററിന്റെ സമയത്ത്, മഞ്ഞ് വീഴുന്ന സമയത്ത് വെയിൽ വളരെ കുറവാണ്, ഈർപ്പം ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇവർ മിക്കവാറും വീടിന്റെ അകത്ത് നടുക്കായിട്ട് ഒരു തീ കൂട്ടി അതിന്റെ മുകളിൽ ഈ ഇറച്ചി തൂക്കിയിട്ട് ഉണക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൽ ഈ ഉപ്പും കുരുമുളകും വെതറി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് അവർക്ക് ഈ ഇറച്ചി ഉണക്ക മാത്രമല്ല, വീട്ടിൽ മൊത്തത്തിലൊരു ചൂട് വരാനും കൂടി അവർ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതാണ് ഈ കുരുമുളക് നമ്മുടെ ഈ എല്ലാ ക്വിസീന്റെയും ഇത്രയും ആളുകൾ വെളിയിൽ നിന്ന് വരാനുള്ള കാരണങ്ങളും, ഈ യൂറോപ്യൻസ് ആയാലും അറബ്സ് ആയാലും ഗ്രീക്സ് ആയാലും ഒക്കെ നമ്മുടെ അടുത്ത് വരാനുള്ളൊരു കാരണവും ഈ ഭക്ഷണമാണ്. അപ്പൊ ഭക്ഷണമായിട്ട് എന്താണ് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. നമ്മുടെ ഈ മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഗതിയും ഭക്ഷണമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. നമ്മൾ പറഞ്ഞു വന്നത് സുലൈമാനിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. സുലൈമാനിയിലും ഉണ്ടായിരുന്നത് എന്തായിരുന്നു? കുരുമുളകാണ്. കുരുമുളകും ഡേറ്റ്സും ഇട്ടിട്ടാണ് ഒറിജിനലി നമ്മുടെ ഗാവ ഉണ്ടാക്കിയിരുന്നതും. അതിൽ നിന്നാണ് സുലൈമാനിയിലേക്ക് ഉരുത്തിരിഞ്ഞു വന്നതും നമ്മുടെ പ്രിയപ്പെട്ട പാനീയമായിട്ട് മാറിയതും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ തോന്നുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് എവിടുന്ന് അത് വന്നത്, ഇതിന്റെ ഒറിജിൻ എന്താ, നമ്മൾ എങ്ങനെയാ കുടിക്കാൻ തുടങ്ങിയതെന്നൊന്നും നമുക്കറിയില്ല. It's a wonderful story about കുരുമുളക്. അപ്പോൾ I really hope you guys enjoyed the discussion about Sulaimani and the rest of the things. ഇങ്ങനെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അറിവുകളുമായി അല്ലെങ്കിൽ കഥകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. So it's me, Jinuji Daniel, signing off along with Arun. See you next time.